നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, എന്താടാ എന്തുപറ്റി? എന്താടാ എന്തുപറ്റി? നീ പെട്ടെന്ന് പോന്നോ? ഇവിടുന്ന് കാർ അയച്ചില്ലല്ലോ, പിന്നെങ്ങനെ വന്നു? ഗോപു 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 മോളെ, മോളെ മോളെ, ഗോപു ഗോപു കരയല്ലേടാ ഗോപു, എന്താടാ? ചേച്ചി, സാറിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി. ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടുപോയി. പക്ഷെ ഞാൻ കാരണം സാറിന് മരണം ഉണ്ടാകുമെന്ന് പറയുമ്പോ ഞാൻ എന്താ ചെയ്യാ ചേച്ചി? മോളെ സമാധാനിക്ക്. ഇങ്ങനൊരു വിധി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ എങ്ങനെ സമാധാനിക്കും ചേച്ചി? ഇതിനിപ്പോ എന്താ പ്രതിവിധി? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അമ്മയെ വിളിച്ച വിവരം പറയാം. ഗോപു ഗോപു, ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ. പറമോളെ. അമ്മ, എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്. പറ. എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നേ? ഗോപിക ഒരു സ്നേഹബന്ധത്തിൽ പെട്ടുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഫോണെന്ന് അവൾക്ക് കൊടുത്തേ. കൊടുക്കാം മോളെ, സംസാരിക്ക. അമ്മ വാങ്ങു ഗോപു. മോളെ, മനുഷ്യന് ആഗ്രഹങ്ങൾ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് വാശി പിടിച്ചാ എങ്ങനെയാ ശരിയാവുക? നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ഈശ്വരൻ മറ്റൊന്ന് നടത്തുന്നു. ഇത് വിധിയാണ് മോളെ. വിധിയെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കില്ല. നീ അത് ഉൾക്കൊള്ളണം. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വലുത് ഋഷി സാറിന്റെ ജീവിതം. അമ്മ, ഋഷി സാറിന് ആപത്തുണ്ടാവുന്നൊന്നും ഞാൻ ചെയ്യില്ലമ്മ. അമ്മ ഫോൺ വെച്ചു, പിന്നീട് സംസാരിക്കും. മോളെ, മോളെ, നീ ഇങ്ങനെ എത്ര നേരം കരയും? എത്ര നാള് കരയും? നിർത്താതെ കരഞ്ഞതുകൊണ്ട് വിധിയെ മാറ്റിമറിക്കാൻ സാധിക്കൂ? അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ നോക്ക്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. മോള് പോയി കണ്ണും മുഖമൊക്കെ തുടച്ചിട്ട് വന്ന് ഭക്ഷണം കഴിക്കുക. ഗോപു മോളെ, മനസ്സ് തകർക്കരുത്. മനസ്സ് തളർന്നു പോയാ പിന്നെ ജീവിതം ആകെ താളം തെറ്റതുപോലെയാവും.
അതുകൊണ്ട് മെല്ലെ ഈ വിഷമത്തിൽ നിന്ന് നീയായിട്ട് തന്നെ പുറത്തു വരണം. ചേച്ചി ചേച്ചി ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ഋഷി സാറ് കുറച്ചു മുന്നേ എന്നെ വിളിച്ചിരുന്നു. ഞാനായിട്ട് ഇനി സാറിനോടൊന്ന് സംസാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം കോൾ അറ്റൻഡ് ചെയ്തില്ല. പക്ഷെ സാർ എന്നെ തുടരെ വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെയാ ഞാൻ അറ്റൻഡ് ചെയ്തത്. ഞാൻ സാറിനെ അവോയ്ഡ് ചെയ്യാണെന്ന് സാറിന് മനസ്സിലായി. ഞാനില്ലാതെ സാറിന് ജീവിക്കാനാവില്ലെന്നും ഞങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിൽ സാർ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ മനസ്സിന്റെ നിലവിട്ട അവസ്ഥയിലാണ് ഞാൻ. സാർ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഉള്ള സങ്കടം ഇരട്ടിയായി പോയി. അതെ, നിന്നെ കിട്ടില്ല എന്ന് കരുതി ഋഷി ആത്മഹത്യ ചെയ്യൊന്നുമില്ല. അവൻ ആത്മഹത്യ ചെയ്യാതെ അഞ്ജിത നോക്കിക്കോളും. അതുകൊണ്ട് ആ ടെൻഷൻ നിനക്ക് വേണ്ട. പിന്നെ ഋഷിയെ കിട്ടിയില്ല എന്ന് കരുതി നീ അഞ്ജിതയുടെ ജീവിതം തകർക്കാൻ ഇറങ്ങിയ ഇവിടുത്തെ മച്ചില് 2 ശവങ്ങൾ തൂങ്ങും. എന്റെയും അഞ്ജിതയുടെയും. ഓർത്തോ നീ? ദേവികെ, നീ ഇവളെ ഒന്ന് ഉപദേശിക്കും. മാഡം, അകത്തേക്ക്. സിദ്ധാർത്ഥനെ ഇതുവരെ കൊണ്ടാക്കിയിട്ട് സിദ്ധാർത്ഥന്റെ അച്ഛനെ അമ്മയും കാണാതെ പോകുന്നത് മര്യാദയല്ലേ? ഞാൻ വീട്ടിലേക്ക് വരുന്നത് സിദ്ധാർത്ഥന് ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. എനിക്ക് പുതിയ ഫുട്ബോൾ വേണ്ട നാളല്ലേ? വാ അമ്മേ, അച്ഛാ, അമ്മേ, അമ്മേ, അമ്മേ. എന്താടാ, എന്തോ പറ്റി? എന്താടാ എന്തു പറ്റി? നീ പെട്ടെന്ന് പോന്നോ? ഇവിടുന്ന് കാർ അയച്ചില്ലല്ലോ, പിന്നെങ്ങനെ വന്നു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.